ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോണത് ഇന്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ മൊഡ്യൂളിലെ റിഫ്ലക്റ്റഡ് സിസ്റ്റം എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള എല്ലാ പോർഷൻസും നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് പോയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ. അപ്പോൾ നമ്മുടെ റിഫ്ലക്റ്റഡ് സിസ്റ്റം, ഈ റിഫ്ലക്റ്റഡ് സിസ്റ്റത്തിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണത് ഒരു തിൻ പാരലൽ ഫിലിമാണ് ഈ ഞാൻ വരച്ച് വെച്ചേക്കുന്നത്. തിൻ പാരലൽ ഫിലിമിൽ ഇന്റർഫറൻസ് ഡ്യൂ ടു റിഫ്ലക്റ്റഡ് ലൈറ്റ് ആണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. ഇവിടെ റിഫ്ലക്റ്റഡ് ലൈറ്റ് മൂലം ഉണ്ടാവുന്ന ഇന്റർഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ, പിന്നെ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈറ്റ് റേ ഈ ഏതൊരായാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു പൈ ഫേസ് ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മുടെ പാത്ത് ഡിഫറൻസിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ λ/2 ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ എന്താ പറയണ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് പോകുമ്പോൾ ഫേസ് ചേഞ്ച് ഉണ്ടാവില്ല, പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ AEBQവും AP-യും രണ്ട് റേ തമ്മിലുള്ള ഒരു പാത്ത് ഡിഫറൻസിന്റെ ഇതിൽ വെച്ച് തുടങ്ങാം നമുക്ക്. അപ്പോ AEBQ AP തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു AE പ്ലസ് EB മൈനസ് A എന്ന് എഴുതാലോ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു AE പ്ലസ് EB മൈനസ് AN. AE EBയും സെയിം ആണ് അല്ലെ, AEയും EBയും സെയിം ആണ്. അപ്പൊ നമുക്കിവിടെ AE ഇസ് ഈക്വൽ ടു EB ആയതുകൊണ്ട് നമുക്ക് AE പ്ലസ് EBനെ 2AE എന്ന് എഴുതാലോ. പ്രശ്നമൊന്നുമില്ലല്ലോ, രണ്ടും സെയിം അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ ഡെൽറ്റ എന്താവും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2AE, അതായത് 2 മ്യൂ AE മൈനസ് AN ആവും അല്ലേ. ഇവിടെ 2AE ആയി. AE പ്ലസ് EBക്ക് വരെ 2AE ഇട്ട്, ആ 2 ഞാൻ ഒന്ന് ഫ്രണ്ടിൽ എഴുതിയെന്നുള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. 2 മ്യൂ AE മൈനസ് AN, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ട്രയാങ്കിൾ AEM കൺസിഡർ ചെയ്യണേണ്. പിന്നെ ഒരു കാര്യം, ഈ EM-ഉം BN-ഉം പെർപെൻഡിക്കുലേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ വരച്ചേക്കണത്. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ AEM, ഇൻ ട്രയാങ്കിൾ AEM ഇവിടെ ഇത് എന്താണ് ഇൻസിഡന്റ് ആംഗിൾ ആണ്, ഇത് റിഫ്രാക്റ്റഡ് ആംഗിൾ ആണ്. അപ്പൊ ഇവിടെ ഇതിന്റെ കോസ് നമുക്ക് എടുക്കാം, കോസ് R. അപ്പൊ ഇവിടെ കോസ് R എടുക്കുമ്പോൾ എന്താവും? കോസ് R ഈസ് ഈക്വൽ ടു എന്താ? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് കോസ്. അഡ്ജസന്റ് ME ആണ് അല്ലെ, ME ബൈ ഹൈപ്പോട്ടന്യൂസ് AE. ഇവിടെ MEക്ക് പകരം നമുക്ക് ഈ T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, കാരണം T ആണ് ഇതിന്റെ തിക്നെസ്. EM-ഉം T-യും സെയിം ആണ്. അപ്പൊ ഇവിടെ MEക്ക് പകരം ഞാൻ T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, T ബൈ AE. അപ്പൊ ഇവിടെ നമുക്ക് AE എന്ത് എഴുതാം? AE is equal to T by cos R എന്ന് എഴുതാലോ അല്ലെ, T by cos R. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ ABN ആണ്. ഇൻ ട്രയാങ്കിൾ ABN വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇതിന്റെ ഓർഡർ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് ഈ ട്രയാങ്കിൾ എടുക്കണം, അത് കഴിഞ്ഞിട്ട് വേറെ ട്രയാങ്കിൾ എടുക്കണം, അത്രേ ഉള്ളൂ മെയിൻ ആയിട്ട്. പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. ഇൻ ട്രയാങ്കിൾ ABN, അതായത് ABN ഈ മുകളിലുള്ള ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തേക്കണം. ഇവിടെ ഇൻസിഡന്റ് ആംഗിൾ ഉണ്ടല്ലോ, ഇവിടെ ഇൻസിഡന്റ് ആംഗിളിന്റെ സൈൻ എടുക്കാം നമുക്ക്. ഇതിൽ നമ്മൾ കോസ് എടുത്ത് ഇനി ഈ ട്രയാങ്കിൾ സൈൻ എടുക്കാൻ പോകണം. സൈൻ ഐ എന്താ? സൈൻ ഐ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് AN, ഹൈപ്പോട്ടന്യൂസ് ആണ് AB. അപ്പൊ ഇവിടെ നമുക്ക് AN ബൈ AB എന്ന് എഴുതാലോ. AN ബൈ AB. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഇതല്ലാണ്ട് ഹൈപ്പോട്ടന്യൂസ്, കാരണം നമ്മുടെ ആംഗിൾ ഇതാണ് 90 ഡിഗ്രി. ഓക്കെ, ഈ 90 ഡിഗ്രി ആംഗിൾ വരുമ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് AB. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എടുത്തപ്പോൾ AN ബൈ AB കിട്ടി. ഇനി നമുക്ക് ഈ AB-നെ നമുക്ക് AM പ്ലസ് MB എന്ന് എഴുതാലോ. ഓക്കെ, AB is equal to AM പ്ലസ് MB. AM പ്ലസ് MB, AM-ഉം MB-യും സെയിം ആണ്. അപ്പൊ ഇവിടെ ABക്ക് നമുക്ക് 2AM ഇട്ടാലും പ്രശ്നമൊന്നുമില്ലല്ലോ. AB is equal to 2AM.
ഈ 2am ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? sin a is equal to an by 2am. ഇനിയിപ്പോ ഇവിടെ ന്റെ വാല്യൂ ഉണ്ടാവും. an is equal to ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 2am sin i. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. an is equal to 2am sin i. മനസ്സിലായാലും ഇതുവരെ ABN ട്രയാങ്കിൾ എടുത്തപ്പോ സൈൻ എടുത്തപ്പോ ന്റെ ടേംസിൽ കിട്ടാൻ വേണ്ടി an is equal to 2am sin i എടുത്തു. ഇനി നമ്മൾ നമ്മുടെ പഴയ ട്രയാങ്കിളിലോട്ട് തിരിച്ചു തന്നെയാണ്. AEM വീണ്ടും നമുക്ക് ഇൻ ട്രയാങ്കിൾ AEMൽ നേരത്തെ കോസാർ എടുത്ത, ഇനി ഇപ്പുറത്തേല് സൈനാർ എടുത്ത്, ഇനി നമ്മൾ തിരിച്ചാ ട്രയാങ്കിളിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി ടാൻ ആർ എടുക്കാൻ പോവാണ്. ടാൻ ആർ ഈസ് ഈക്വൽ ടു, ടാൻ്റെ എന്താ ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് ആണ്. അപ്പോ ഓപ്പോസിറ്റ് AM ആണ്, അഡ്ജസെന്റ് ME ആണ് അല്ലെ? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എടുക്കുമ്പോൾ ഇവിടെ ടാൻ ആർ ഈസ് ഈക്വൽ ടു AM ബൈ ME. MEക്ക് പകരം നമുക്ക് T കൊടുക്കുക. അപ്പോ AM ബൈ T. ഇവിടെ AM എന്ത് കിട്ടും? AM ഈസ് ഈക്വൽ ടു T ടാൻ ആർ. AM ഈസ് ഈക്വൽ ടു T ടാൻ ആർ കിട്ടും. ഇതാണ് നമ്മുടെ ഫോർത്ത് ഇക്വേഷൻ. മനസ്സിലായല്ലോ? ടാൻ ആർ എടുത്ത് AM ബൈ ME ഇട്ട് MEക്ക് പകരം നമ്മുടെ ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതേപോലെ നമ്മൾ AM ഈസ് ഈക്വൽ ടു T ടാൻ ആർ എഴുതി. അത്രേ ഉള്ളൂ. ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. ഇനി AM ഈസ് ഈക്വൽ ടു T ടാൻ ആർ എന്നുള്ള ഈ ഒരു വാല്യൂ നമുക്ക് ഈ ന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഫോർത്ത് ഇക്വേഷൻ തേർഡില് സബ്സ്റ്റിറ്റ്യൂട്ട് 4 in 3. ഇത് നമ്മൾ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താവും? AN ഈസ് ഈക്വൽ ടു 2am sin i ആണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. ഇതിൽ നമുക്ക് AMന് പകരം T ടാൻ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? AN ഈസ് ഈക്വൽ ടു 2 into T ടാൻ ആർ sin i എന്ന് കിട്ടും അല്ലെ? T ടാൻ ആർ sin i. ഇത് ഫിഫ്ത് ഇക്വേഷൻ. ഒന്നുമില്ല, AMന് പകരം നമ്മൾ T ടാൻ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഫോർത്ത് ഇക്വേഷനിൽ. ഇനി നമുക്കറിയാവുന്ന ഒരു കൺസെപ്റ്റ് ആണ് മ്യൂ ഈസ് ഈക്വൽ ടു sin i ബൈ sin r എന്നുള്ളത്. എല്ലാവർക്കും അറിയാം, sin i ബൈ sin r. ഇവിടെ നമുക്ക് sin i നെ എന്ത് എഴുതാം? sin i ഈസ് ഈക്വൽ ടു മ്യൂ sin r. sin i ഈസ് ഈക്വൽ ടു മ്യൂ sin r എന്ന് എഴുതാലോ. ഇത് സിക്സ്ത് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ സിക്സ്ത് ഇക്വേഷൻ നമ്മുടെ ഫിഫ്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഈ sin iക്ക് പകരം നമുക്ക് മ്യൂ sin r ഇട്ട് കൊടുക്കാം. അപ്പോ AN ഈസ് ഈക്വൽ ടു 2T ടാൻ ആർ മ്യൂ sin r എന്ന് കിട്ടും അല്ലെ? sin iക്ക് പകരം മ്യൂ sin r ഇട്ട് കൊടുത്തു. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ AN ഈസ് ഈക്വൽ ടു 2 മ്യൂ T ടാൻ ആർ sin r അല്ലെ? 2 മ്യൂ T ടാൻ ആർ sin r. ഇത് നമ്മുടെ സെവൻത് ഇക്വേഷൻ. AN ഈസ് ഈക്വൽ ടു 2 മ്യൂ T ടാൻ ആർ sin r. ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷൻ 1 ഒന്ന് നോക്കാം. ഇക്വേഷൻ 1 എന്തായിരുന്നു? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 മ്യൂ AE മൈനസ് AN. 2 മ്യൂ AE മൈനസ് AN ആണ്. ഇവിടെ 2 മ്യൂ ഇല്ലാണ്ട് AE ഉണ്ട്, AN ഉണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ സോൾവ് ചെയ്തപ്പോ AEയുടെ വാല്യൂ എന്താ കിട്ടിയേ? അവിടെ AEയുടെ വാല്യൂ നമുക്ക് T ബൈ കോസാർ കിട്ടിയിട്ടുണ്ട്. അടുത്തത് എന്താ? ANന്റെ വാല്യൂ എന്താ കിട്ടിയേ? 2 മ്യൂ T ടാൻ ആർ sin r. അപ്പൊ ഈ AEയും ANനും നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താവും? ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 മ്യൂ AE T ബൈ കോസാർ ആണ്. 2 മ്യൂ T ബൈ കോസാർ മൈനസ് AN എന്താ? 2 മ്യൂ T ടാൻ ആർ sin r. 2 മ്യൂ T ടാൻ ആർ sin r കിട്ടിയല്ലോ. ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2 മ്യൂ T ബൈ കോസാർ മൈനസ് 2 മ്യൂ T ടാൻ ആർ sin r. ഇനി ഇവിടെ ഡെൽറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ടാൻ ആറിനെ sin r ബൈ കോസാർ എന്ന് എഴുതാം. ഓക്കെ, 2 മ്യൂ T ബൈ കോസാർ കാരണം ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ കോസാർ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ടാൻ ആറിനെ sin r ബൈ കോസാർ ആക്കാം. 2 മ്യൂ T ബൈ കോസാർ മൈനസ് 2 മ്യൂ T sin r ഇൻറ്റു sin r ബൈ കോസാർ എന്ന് അല്ലെ? ഇതാണ് നമ്മുടെ ടാൻ ആർ.
സൈൻ ആർ ബൈ കോസ് ആർ എന്ന് എഴുതിയത്. അപ്പൊ ഇവിടെ എന്തായാലും ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t ബൈ കോസ് ആർ മൈനസ് 2 mu t സൈൻ സ്ക്വയർ ആർ ആവും അല്ലെ. സൈൻ ആർ ഇൻറ്റു സൈൻ ആർ സൈൻ സ്ക്വയർ ആർ ബൈ കോസ് ആർ. ഇവിടെ ഈ രണ്ട് ടേംസിലും 2 mu t ബൈ കോസ് ആർ കോമൺ ആണ്. അപ്പൊ നമുക്ക് പുറത്തോട്ട് എടുക്കാം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t ബൈ കോസ് ആർ ഇൻറ്റു 1 മൈനസ് ഇവിടെ ബാക്കി എന്താ സൈൻ സ്ക്വയർ ആർ. 1 മൈനസ് സൈൻ സ്ക്വയർ ആർ കിട്ടും. ഇനി 1 മൈനസ് സൈൻ സ്ക്വയർ ആർ എന്താ കോസ് സ്ക്വയർ ആർ ആണെന്ന് അറിയാം അല്ലെ. കാരണം സൈൻ സ്ക്വയർ ആർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ്. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t ബൈ കോസ് ആർ ഇൻറ്റു കോസ് സ്ക്വയർ ആർ. കോസ് ആറും കോസ് സ്ക്വയർ ആറിന്റെ ഒരു കോസ് ആർ കട്ട് ചെയ്തോളെ. അപ്പോൾ ഇവിടെ ഡെൽറ്റ എന്ത് കിട്ടും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t കോസ് ആർ. നമ്മുടെ എത്രാമത്തെ ഇക്വേഷൻ അത്? 8th ഇക്വേഷൻ. ദിസ് ഈസ് 8th ഇക്വേഷൻ ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് കൊസൈൻ ലോ. ഇതിനെയാണ് നമ്മൾ കൊസൈൻ ലോ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t കോസ് ആർ. ഇതാണ് കൊസൈൻ ലോ. അപ്പോ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മള് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് കൂടുതലുള്ള മീഡിയത്തിലോട്ട് പോകുമ്പോൾ ഫേസ് ചേഞ്ച് പൈ ഉണ്ടാവും. അതായത് λ/2 പാത്ത് ഡിഫറൻസ് ഉണ്ടാവും. കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് പോകുമ്പോൾ ഉണ്ടാവൂല. ആ ഒരു കൺസെപ്റ്റ് ഇവിടെ കണക്കിലെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പാത്ത് ഡിഫറൻസ് എടുത്തല്ലോ, എ ഇ ബി ക്യൂവും എ പിയും തമ്മിൽ. അങ്ങനെ പാത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഡെൽറ്റ ഇക്വൽ ടു മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ ബി മൈനസ് എ എൻ ആണ്. ഇനി നമുക്ക് ആ ഫേസ് ചേഞ്ച് അതായത് ആ പാത്ത് ഡിഫറൻസ് കൂടി കണക്കിലെടുത്താൽ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu ഡെൽറ്റ ഇസ് ഈക്വൽ സോറി 2 mu അല്ല, ഡെൽറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ ബി മൈനസ് എ എൻ അല്ല എടുക്കുക, എ എൻ പ്ലസ് λ/2 എന്ന് കൂടി എടുക്കാം. ഓക്കെ, പ്ലസ് λ/2. ആ പാത്ത് ഡിഫറൻസ് കൂടി നമ്മൾ ഇതിലോട്ട് എടുക്കണതാണ്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഡെൽറ്റ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ ബി മൈനസ് എ എൻ മൈനസ് λ/2. ഇനി മ്യൂ ഇൻറ്റു എ ഇ പ്ലസ് ഇ ബി മൈനസ് എ എൻ എന്താ നേരത്തെ കിട്ടിയത്? ഡെൽറ്റ ആണല്ലേ, നമ്മളെടുത്ത് ഡെൽറ്റ ആയിട്ടല്ലേ. അപ്പോ ഇവിടെ എന്ത്? ഡെൽറ്റ മൈനസ് λ/2 ആവും അല്ലെ, ഡെൽറ്റ മൈനസ് λ/2. ഇനി ഡെൽറ്റ എന്താ? ഡെൽറ്റ കൊസൈനിൽ വെച്ചിട്ട് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2 mu t കോസ് ആർ അല്ലേ. ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു 2 mu t, ഇതാണ് 2 mu t കോസ് ആർ മൈനസ് λ/2. ഇത് നമ്മുടെ ഈ ഫിലിം എപ്പോഴാ ബ്രൈറ്റ് ആവണമെന്നും എപ്പോഴാ ഡാർക്ക് ആവണമെന്നും നോക്കാം. അൽഹംദുലില്ലാഹ്, എപ്പോഴാ ബ്രൈറ്റ് ആവണമെന്നും എപ്പോഴാ ഡാർക്ക് ആവണമെന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ 2 mu t കോസ് ആർ മൈനസ് λ/2 കോസ് ആർ മൈനസ് λ/2 നമുക്ക് n ലാംഡയായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. ഇവിടെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 mu t കോസ് ആർ ഈസ് ഈക്വൽ ടു n ലാംഡ പ്ലസ് λ/2 എന്ന് കിട്ടും. 2 mu t കോസ് ആർ ഈസ് ഈക്വൽ ടു 2n ലാംഡ പ്ലസ് λ/2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് λ/2 കോമൺ എടുത്താൽ 2 mu t കോസ് ആർ ഈസ് ഈക്വൽ ടു λ/2 ഇൻറ്റു 2n പ്ലസ് 1. ഓക്കെ, മനസ്സിലായില്ലേ? ജസ്റ്റ് അത് സിംപ്ലിഫൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അതിൽ നിന്ന് λ/2 കോമൺ എടുക്കും. അപ്പൊ അതെങ്ങനെ λ/2 ഇൻറ്റു 2n പ്ലസ് 1 വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 9. ഇവിടെ n-ന്റെ വാല്യൂ എന്താ? n ഈസ് ഈക്വൽ ടു 0 1 2 3 എക്സെട്ര. ഇനി ഈ ഫിലിം ഡാർക്ക് ആവണം എപ്പോഴാ? ഇവിടെ λ/2 ഇൻറ്റു 2n പ്ലസ് 1 വന്ന്. അപ്പൊ ഇതിനെ നമ്മൾ ഈ 2 mu t കോസ് ആറിന് 2 mu t കോസ് ആർ മൈനസ് λ/2 നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് λ/2ക്ക് n ലാംഡ ഇക്വേറ്റ് ചെയ്യാണ്ട് ഈ ദിസ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ 9 പോലെ λ/2 ഇൻറ്റു 2n പ്ലസ് 1 വെച്ച് ഇക്വേറ്റ് ചെയ്യാൻ പോണെയാണ്. 2n പ്ലസ് 1 ഇൻറ്റു λ/2. 2 mu t കോസ് ആർ മൈനസ് λ/2 ഇസ് ഈക്വൽ ടു 2n പ്ലസ് 1 ഇൻറ്റു λ/2. ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരു 3-4 പ്രാവശ്യം ചെയ്താൽ ശരിയാവും.
ഓക്കെ 2 mu t cos r minus lambda by 2 is equal to 2n plus 1 into lambda by 2. ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ഈ lambda by 2 റൈറ്റ് സൈഡിലോട്ട് എടുക്കാം. 2 mu t cos r is equal to 2n plus 1 into lambda by 2 plus lambda by 2 എന്നാവും. ഓക്കെ, ഇനി നമുക്ക് ഈ മൊത്തത്തിലുള്ള ഈ ടേമിനെ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. 2 mu t cos r minus 2n plus 1 into lambda by 2 plus lambda by 2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് ഈസ് ഈക്വൽ ടു 0. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 mu t cos r മൈനസ് 2n into lambda by 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2n lambda by 2 plus 1 into lambda by 2 lambda by 2 പിന്നെ ഇവിടെ ഒരു lambda by 2 കൂടി ഉണ്ട് ഈസ് ഈക്വൽ ടു 0. 2 mu t cos r മൈനസ് 2 ഈ 2 ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ n ലാംഡ പ്ലസ് 2 ലാംഡ ബൈ 2 ആവും. അപ്പൊ 2 2 ക്യാൻസൽ ആയാൽ ലാംഡ n ലാംഡ പ്ലസ് ലാംഡ ആവും. അപ്പൊ ഇവിടെ 2 mu t cos r മൈനസ് n ലാംഡ മൈനസ് ലാംഡ. ഇവിടെ നമുക്ക് ലാംഡ കോമൺ എടുക്കാലോ. അപ്പൊ ഇവിടെ എന്താവും? ദിസ് ഈസ് ഈക്വൽ ടു 2 mu t cos r മൈനസ് ലാംഡ ഇൻറ്റു n പ്ലസ് 1 ആവും അല്ലെ. 2 mu t cos r ഇതിനപ്പുറത്ത് എഴുതാം. 2 mu t cos r മൈനസ് ലാംഡ ഇൻറ്റു n പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു n പ്ലസ് 1. ഇനി മൈനസ് ലാംഡ ഇൻറ്റു n പ്ലസ് 1 ആർച്ചസിലോട്ട് വീണ്ടും നമുക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? 2 mu t cos r ഇത് ഈക്വൽ 0 ആണ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു n പ്ലസ് 1 കിട്ടും. അല്ലെങ്കിൽ n പ്ലസ് 1 ഇൻറ്റു ലാംഡ എന്ന് കിട്ടും. ഇവിടെയും എന്നിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എന്താ പറയാ? ഇൻ റിഫ്ലക്റ്റഡ് സിസ്റ്റം ഫിലിം വിൽ അപ്പിയർ ബ്രൈറ്റ് when 2 mu t cos r is odd multiple of lambda by 2 and dark when integral multiple of lambda. അതാണ് നമ്മളിപ്പോൾ രണ്ട് കണ്ടീഷൻ വെച്ച് ചെയ്തത്. അതായത് ഫിലിം ബ്രൈറ്റ് ആവണമെങ്കിൽ 2 mu t cos r ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആയിരിക്കണം. അതേപോലെ തന്നെ ഡാർക്ക് ആവണമെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ആയിരിക്കണം, അതായത് n ലാംഡ. ഓക്കെ.